ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഗോവിന്ദ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രഞ്ജിത്ത് ആ ചായയായിട്ട് വരാണ് കേട്ടോ. ഇതാ ഗോവിന്ദേട്ടൻ, ഞാൻ ഗോവിന്ദേട്ടന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതെന്ന് പറയാണ്. ഇത് കണ്ടുകൊണ്ട് ഗീത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, രഞ്ജിത്തിന് എൻ്റെ മനസ്സ് വായിക്കാനൊക്കെ അറിയാലേ, അത് ഓരോ ബന്ധത്തിൻ്റെയും തീവ്രത പോലെ ഇരിക്കും. ചായ കുടിച്ചിട്ട് ഗോവിന്ദ് പറയണം, ആ നല്ല ചായ. അപ്പോൾ ഗീത് പറയണം, അതിന് കാഞ്ചനക്കൊക്കെ നല്ല ചായ ഇടാൻ അറിയില്ലല്ലോ, ഇത് ഞാൻ ഗോവിന്ദേട്ടന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ചായ എന്ന് പറയുകയാണ് രഞ്ജു. ഇത് കേട്ട് കണ്ണുരുട്ടി നിൽക്കണം കേട്ടോ ഗീതു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, സൂപ്പർ ചായ, വേണമെങ്കിൽ ഇവളുടെ ശിഷ്യത്തെ സ്വീകരിച്ചോട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, അയ്യോ ഗീതുവിനെ പഠിപ്പിക്കാനുള്ള ശിഷ്യൊന്നും എനിക്കില്ല. ഓ, അപ്പോൾ ഇയാൾ എന്നോട് സംസാരിക്കുന്നു പറയാണ് ഗീതു. സാധാരണ മണിപ്പൂർ എന്നെ അവോയ്ഡ് ചെയ്യാറാണല്ലോ പതിവ്, അത് നിൻ്റെ കയ്യിലിരിപ്പ് വേണ്ട. കയ്യിലിരിപ്പോ? അല്ലെങ്കിൽ സമ്പർക്കദോഷം എന്ന് പറയും. എൻ്റെ സമ്പർക്കത്തിന് എന്താട്ടി ഒരു കുഴപ്പമെന്ന് പറയാണ് ഗീതു. അവസാനം തിരിച്ച് ഓരോന്ന് പറയാണ് കേട്ടോ രഞ്ജു. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് വട്ടം തിരിയാണ് ഗോവിന്ദ്. ഗോവിന്ദ് പറയാണ്, ഗീതു രഞ്ജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, നീ വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ബെസ്റ്റ് ഫ്രണ്ടല്ല, ഞാൻ സ്പെഷ്യൽ ഫ്രണ്ടാന്ന് പറയാണ് രഞ്ജു. ആ അതെ, സ്പെഷ്യൽ ഫ്രണ്ട്. ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ ഗോവിന്ദിനെ നോക്കുക. അതെ, ഇവള് പോരാത്തതിന് നമ്മളെ കൂടെ താമസിക്കുന്ന അതിഥിയല്ലേ, അതിൻ്റെ മര്യാദ നമ്മൾ കാണിക്കണം. ആതിഥേയർക്ക് മാത്രമല്ല അതിഥിക്കും കുറച്ച് മര്യാദയ്ക്ക് ആവാന്ന് പറയാണ് ഗീതു. അപ്പം രഞ്ജു പറയാണ്, എന്നാൽ പിന്നെ എന്നെ അതിഥിയായിട്ട് കൂട്ടണ്ട, വീട്ടുകാരിയായിട്ട് കരുതിക്കോ. ഇത് കേട്ട് ദേഷ്യം വരുവാണ് കേട്ടോ ഗീതുവിന്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഭക്ഷണത്തിൻ്റെ രുചിയിലൂടെയാണ് ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നതെന്ന് കേട്ടിട്ടില്ലേ. ഇന്ന് എല്ലാവരുടെയും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രഞ്ജു ഉണ്ടാക്കട്ടെ എന്ന് പറയാണ്. അയ്യോ, ഞാനത്ര പാചകക്കാരിയൊന്നല്ല. ഹേയ്, ഈ ചായ കുടിക്കുമ്പോൾ തന്നെ അറിയാം നിൻ്റെ കൈപ്പുണ്യം, നിനക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗീതുവിനെ മനസ്സിൽ പറയണം, നന്നായിട്ടുണ്ടാക്കും, കൊണ്ടിട്ട് പേരുദോഷമില്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് വേഗം തന്നെ രഞ്ജു പറയാണ്, അതേ, ഞാൻ ഗോവിന്ദേട്ടൻ്റെ കൂടെ യോഗ ചെയ്ത് ആകെ വേർതിരിക്കുക. അത് കേട്ട് ഞെട്ടിയിട്ട് ചോദിക്കണേ, യോഗയോ? നിങ്ങൾ രണ്ടുപേരും കൂടിയോ? അപ്പോൾ ഗോവിന്ദിക്കണ എന്താ കുഴപ്പം? അപ്പോൾ ഗീതു, കുഴപ്പമുണ്ട്. അല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കാനാട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഇന്നത്തെ യോഗ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഗീതു പറയണ, ഇടി ദുഷ്ടേ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നല്ല വൈബുണ്ടായിരുന്നു. അപ്പോൾ ഗീതു പറയാണ്, ദുഷ്ടോ. എന്നിട്ട് രഞ്ജു പറയാണ്, ഞാൻ കുളിച്ചിട്ട് കിച്ചണിൽ കയറാം. അപ്പോൾ പെട്ടെന്ന് ഗീതു അതുമ്മ കയറി പിടിക്കാൻ കേട്ടോ. ഓഹോ, നീ കുളിക്കാതെയാണോ അപ്പോൾ ചായ ഇട്ടത്? അയ്യേ, ആ വൃത്തികെട്ട ചായയാണോ കണ്ണേട്ടം കുടിക്കുന്നത്? ശ്രീകരം ഇങ്ങോട്ട് തരാം എന്ന് പറഞ്ഞ് വേഗം ചായ വാങ്ങിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ചേ അടുക്കള ശ്രീകോവില് പോലെ, അവിടെ കുടിക്കാതെ കയറുന്നതേ വലിയ ഐശ്വര്യക്കേടാ. എത്ര കൈപ്പുണ്യം ഉണ്ടെങ്കിലും ഐശ്വര്യം പോയാൽ തീർന്നില്ലേ. ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് രഞ്ജു, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. ഇവിടെ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് നോക്കിയിട്ട് ഗീത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഗീത് തിരിച്ച് നേരെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് വരാണ് കേട്ടോ. എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാക്കുന്ന, ലഞ്ചും ഡിന്നറും ഒക്കെ അവളെ കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്ക്. വൃത്തിയും വെടുപ്പില്ലാത്ത സാധനം. അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അന്തപ്പെട്ട് ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. ഗീതു ഇങ്ങനെ പിറുപിറുക്കും, ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും, ഇതിനൊക്കെ ഞാൻ വച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ തകൃതിയായ പാചകമാണ് കേട്ടോ. ഗീതു ഇങ്ങനെ അടുക്കളയിൽ കയറി എന്ന കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നിനക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഇത്ര നിർബന്ധം? വാശിയുണ്ട്, അങ്ങനെ ആരും എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ കാഞ്ചന പറയാണ്, ഇന്നലെ വന്ന ഗോവിന്ദ മാമയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മാമേനെ കറക്കിയെടുക്കുന്ന ഗീതു പാപ്പക്ക് ഭയമുണ്ട്. അപ്പോൾ രേഖ പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരുന്നേ, കാഞ്ചനൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാണ് ഗീതു. എന്നിട്ട് കാഞ്ചനയോട് രേഖ പറയാണ്, ഇന്നലെ വന്ന ആ പെണ്ണില്ലേ, ആ പെണ്ണ് ഗോവിന്ദേട്ടൻ പുതിയതായിട്ട് കൊണ്ടുവന്ന ജോലിക്കാരിയാ, സൂക്ഷിച്ചു നിന്നില്ലെങ്കിലേ കാഞ്ചനയൊക്കെ എന്നെ ഇവിടെ ഓടിക്കും. കാഞ്ചന പറയണ, അതൊക്കെ മുമ്പ് ഞാൻ അവൾ ഓടിക്കും. അങ്ങനെ പറഞ്ഞ് നോക്കുവാൻ നേരെ വരുന്നത് രഞ്ജു ആണ് കേട്ടോ. രഞ്ജു അടുക്കളയിലേക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ആരും മൈൻഡ് വെക്കാതെ എല്ലാവരും പാചകത്തിലാണ് കേട്ടോ. ഇതിങ്ങനെ അടക്കണ്ടിട്ട് രഞ്ജുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രഞ്ജു ചോദിക്കുന്നത്, നിങ്ങൾ എന്താ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? അപ്പോൾ കാഞ്ചന പറയണ, ഇവിടെ എന്ന് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കും ടിഫിനും ഉണ്ടാക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും കളിയാക്കുന്നത് പോലെ ചിരിക്കുകയാണ് കേട്ടോ. രഞ്ജു എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട്, പക്ഷേ രഞ്ജുവിന് ആരും മൈൻഡ് വെക്കുന്നില്ല കേട്ടോ. രഞ്ജു പറയാണ്, ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടേ കുറേ നാളായി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് രാവിലെ തന്നെ എണീറ്റത്. അതെന്താ, വെപ്പും കൂടിയൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണോ വരുമെന്ന് ചോദിക്കുകയാണ് ഗീതു. അല്ല, ഞാൻ പെയിൻ ഗസ്റ്റായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇഡ്ഡലിയാണോ ഉണ്ടാക്കുന്നത്? ഇഡ്ഡലിയും കടലക്കറിയും ഒരു കോമ്പിനേഷനും ഇല്ല. അല്ലേലും ഈ ഇഡ്ഡലിയും ദോശയും കഴിച്ച് ഞാൻ മടുത്തു, നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദേട്ടനാണെങ്കിൽ പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഗീതുവിൻ്റെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കടലക്കറി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടും ഇങ്ങനെ മനസ്സിൽ പറയുന്നത് കൊണ്ണേട്ടൻ്റെ ഇഷ്ടങ്ങളെ നടത്തി കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്, നീ അങ്ങനെ കഷ്ടപ്പെടേണ്ട. അപ്പോൾ രേഖ പറയുകയാണെങ്കിൽ ഇന്ന് രാവിലത്തെ ഭക്ഷണത്തിന് മേൽനോട്ടം ഗീത. അപ്പോൾ ഗീത ഉണ്ടാക്കിയത് എന്താണോ അത് വിളമ്പിയാൽ മതി. അപ്പോൾ നമ്മുടെ രേഖയുടെ അടുത്ത് രഞ്ജു പറയാണ്, കഴിക്കുന്നവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ, എന്തായാലും ഗോവിന്ദേട്ടന് ഇഷ്ടം പുട്ടാണ്. അപ്പോൾ ഗീത പറയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് എന്തും കണ്ണേട്ടന് ഇഷ്ടത്തോടെ കഴിച്ചോളും, അത് വേറെ രുചി അറിയാഞ്ഞേട്ടാ. കാഞ്ചന, നീ അരിപ്പൊടി എടുത്തതാ, ഇന്ന് ഗോവിന്ദേട്ടൻ പുട്ട് കഴിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ രഞ്ജു. രേഖ പറയാണ്, കാഞ്ചനെ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് ഉണങ്ങാനിട്ടിട്ട് വാ. അപ്പോൾ രഞ്ജു പറയാണ്, പുട്ടുപൊടി എടുത്തിട്ട് വന്നിട്ട് പോയാൽ മതി. അപ്പോൾ രേഖ പറയാണ്, പുട്ടുപൊടി ഈ കിച്ചണിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾ പുട്ടുണ്ടാക്കണ്ട. രഞ്ജു വിട്ടുകൊടുക്കാതെ പുട്ടുപൊടി തപ്പുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും വേഗം പുട്ടുകൂടൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കണം പുട്ടേ ഗോവിന്ദേട്ടൻ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഗീത പറയാണ്, ഞാനുണ്ടാക്കുന്നതാണോ കഴിക്കുന്നതെന്നേ നമുക്ക് കാണാം. രേഖ ഇങ്ങനെ പതുക്കെ ഗീതുവിൻ്റെ ചെവിയിൽ പറയാണ് കേട്ടോ, ഇവളുണ്ടാക്കുന്ന പുട്ടിൻ്റെ മുന്നിൽ അങ്ങനെ നീ തോറ്റാലുണ്ടല്ലോ, അറക്കൽ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് പറയാണ് കേട്ടോ രേഖ. അപ്പോൾ ഗീത പറയാണ്, ഈ കുടുംബത്തിൻ്റെ അഭിമാനം എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. രഞ്ജു അങ്ങനെ ഒരു പ്രകാരം അരിപ്പൊടികൾ തപ്പി പിടിച്ചിട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ്, ഞാൻ ആരൊക്കെ എതിർത്ത് നിന്നാലും ഞാൻ വന്ന കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കും. എൻ്റെ പുട്ട് കഴിച്ചിട്ട് ഗോവിന്ദേട്ടൻ ഫൈൻ എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഗോവിന്ദനെ കണ്ട ഉടനെ രഞ്ജു വേഗം തന്നെ പുട്ടെടുത്തിട്ട് വരുവാണ്. അത് കണ്ട രേഖ പെട്ടെന്ന് കടലക്കറി എടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കണം കേട്ടോ. രഞ്ജു പറയാണ്, ഞാൻ വന്ന് നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാ, എനിക്ക് തീരെ ഇഷ്ടമായില്ല, അതുകൊണ്ട് എനിക്കും ഗോവിന്ദേട്ടനും മാത്രമായിട്ട് പുട്ടുണ്ടാക്കി. ഗോവിന്ദ പറയാണ്, എനിക്ക് ഇഡലിനേക്കാൾ ഇഷ്ടം പുട്ടാ, ആ മനസ്സറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാണ് രഞ്ജു. അങ്ങനെ പുട്ടെടുത്ത് പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ രേഖ പറയാണ്, കടലക്കറി ഗീത ഉണ്ടാക്കിയതാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രഞ്ജു ഗോവിന്ദിൻ്റെ പുട്ടും കടലക്കറിയൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഗോവിന്ദ് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഗീത് പെട്ടെന്ന് ഓടി വരാൻ കേട്ടോ. അയ്യോ നിൽക്ക് കണ്ണേട്ടന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ഉണ്ടാക്കിയതാ ഇതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഇഡ്ഡലി എന്നും ഉണ്ടാക്കുന്നതല്ലേ, പുട്ട് എൻ്റെ സ്പെഷ്യലാണ്, ഗോവിന്ദട്ട് ഇത് കഴിച്ചോളൂ. അങ്ങനെ ഗോവിന്ദ് പറയാണ്, ഞാൻ രഞ്ജു ഉണ്ടാക്കിയ പുട്ട് കഴിച്ചോളാം. അതിനിടയിൽ രാധികാമ്മയും വരണം പറയുന്നുണ്ട് കേട്ടോ, ഇത് നമ്മൾ ഏത് കഴിക്കും, ഈ മത്സരം എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. ഗോവിന്ദ് അങ്ങനെ പുട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഗീതു ഇങ്ങനെ പാത്രം തുറക്കാണ് കേട്ടോ. നോക്കുമ്പോൾ ഗീതു ഉണ്ടാക്കി വെക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയാണ്, ഇടിയപ്പമായിരുന്നോ? അപ്പോൾ ഗീതു ഇങ്ങനെ കണ്ണിറക്കി രേഖേനെ കാണിക്കണം കേട്ടോ. അയ്യോ എൻ്റെ ഫേവറേറ്റ് ഇടിയപ്പം എന്ന് പറയാണ് ഗോവിന്ദ്. കണ്ണേട്ടൻ്റെ ഇഷ്ടം എന്നെപ്പോലെ വേറെ ആർക്കറിയാമെന്ന് പറയാണ് ഗീതു. അങ്ങനെ പുട്ട് മാറ്റി വെച്ചിട്ട് വേഗം അടുത്ത പ്ലേറ്റ് എടുത്ത് ഗോവിന്ദ് അങ്ങനെ ഇടിയപ്പം തിന്നാൻ തുടങ്ങാണ് കേട്ടോ. ഇതിനിടയിൽക്കൂടെ ഗീതു ഇങ്ങനെ ഒരു ആക്കിയുള്ള നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ രഞ്ജുവിനെ. ഗോവിന്ദ് ചോദിക്കേണ്ട, രഞ്ജുവിന് എന്താ ഇഡ്ഡലിയും ഇടിയപ്പവും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ? അപ്പോൾ രേഖ പറയാണ്, അടുപ്പത്ത് ഇഡ്ഡലി പാത്രം ഇരിക്കണ കണ്ടപ്പോൾ പാവ രഞ്ജു ഇഡ്ഡലിയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു. രഞ്ജു അപ്പോൾ ദേഷ്യത്തിൽ ഇതൊന്നും സഹിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാൻ നല്ല സോഫ്റ്റാ, കഴിക്ക് കണ്ണേട്ടാ. അപ്പോൾ രാധികാമ്മ പറയാണ്, അതെ സൂപ്പർ ഇടിയപ്പാ. ആവി വന്നപ്പോൾ തന്നെ ആ ഇടിയപ്പത്തിൻ്റെ മണം മനസ്സിലായി. നമുക്കും ഇടിയപ്പം തന്നെ കഴിക്കാം അല്ലേ വരുൺ? അങ്ങനെ രാധികാമ്മയും വരുണും എല്ലാവരും ഇടിയപ്പം കഴിക്കാൻ കേട്ടോ. രഞ്ജുവിൻ്റെ പുട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ട് പറയാൻ, ഇടിയപ്പം കടലക്കറി മുഗ്രനായിട്ടുണ്ട്. അപ്പോൾ രാധികാമ്മ പെട്ടെന്ന് പറയാണ്, ഇത്രയും ടേസ്റ്റുള്ള ഇടിയപ്പം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേ ഇല്ല. ഇത് കേട്ട് എല്ലാവരും അതിശയത്തോടെ രാധികാമ്മനെ നോക്കാട്ടോ. രാധികാമ്മ അങ്ങനെ ഒരിക്കലും ഗീതുണ്ടാക്കിയൊരു ആഹാരത്തിനെ കുറിച്ച് അങ്ങനെ പറയേണ്ടതല്ല. രാധികാമ്മയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാതെ എല്ലാവരും അന്താളിച്ച് രാധികാമ്മനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് രാധികാമ്മ പതുക്കെ വരുണിൻ്റെ ചെവിയിൽ പറയാണ്, പാമ്പാണെങ്കിലും പഴയത് തന്നെ നല്ലത്. പിന്നെ ദേഷ്യം വന്നിട്ട് രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ. ഗോവിന്ദ് കഴിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാതെ രഞ്ജു തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോവാണ് അവിടെ നിന്ന്. ഗോവിന്ദ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് പറയാണ്, മേലിൽ അവൾ ആരും ഇവിടെ ഇൻസൾട്ട് ചെയ്യരുത്, അവൾ നമ്മുടെ ഗസ്റ്റാ, അവളെ ഇതിനെ കളിയാക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അങ്ങനെ ഗോവിന്ദ് രഞ്ജു റെഡിയായി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ രഞ്ജു ഫ്രണ്ട് ഡോർ തുറന്ന് കയറി ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രഞ്ജുവിൻ്റെ കൈയുടെ അടിക്കോടെ വന്ന് ഗീതു പെട്ടെന്ന് സീറ്റിൽ കയറിയിരിക്കും കേട്ടോ. എന്നിട്ട് രഞ്ജുവിനോട് പറയും, താങ്ക്സ്. പുറകിൽ കയറിക്കോ, പാസഞ്ചേഴ്സിന് കംഫർട്ടേ ബാക്ക് സീറ്റാ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, ആജാസിൻ്റെ കാറിലല്ലേ നീ ഓഫീസിൽ പോകാറ്, പെട്ടെന്ന് ഒരു മനംമാറ്റം? ആ കാറിലെ പോകാമുള്ളൊന്നും നിയമമൊന്നുമില്ലല്ലോ, പക്ഷേ ഭർത്താവിനൊപ്പം മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ടത് ഭാര്യയാണെന്ന നിയമമുണ്ട്. ആ നിയമം IPCയിൽ ഏത് സെക്ഷനാണാവോ? ഇതിൽ IPCയും KPCയും ഒന്നുമില്ല. ആരുള്ള ഭർത്താക്കന്മാരുള്ള കാലം തൊട്ടുള്ള ഒരു അലിഖിത നിയമം ഇത്.
രഞ്ജു ഒന്ന് നോക്കി നിൽക്കുന്നേ, കയറി ഗോവിന്ദേട്ടൻ്റെ ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്ന് പറയണേ ഗീതു. അപ്പോൾ രഞ്ജു പറയണ ബാക്ക് സീറ്റിലിരുന്ന് എനിക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയത്. അല്ല, കാറിൽ കയറുമ്പോൾ ഛർദ്ദിക്കാൻ രഞ്ജു എന്താ പ്രഗ്നൻ്റ് ആണോ? ഗോവിന്ദന് ദേഷ്യം വരും കേട്ടോ. ഗീതു എന്ന് വിളിക്കാണ്. സോറി, പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവിടെ ഇരുന്നോട്ടോ. അപ്പോൾ രഞ്ജു പറയണ വേണ്ട, ഞാൻ പുറകിലിരുന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ബാക്ക് സീറ്റിൽ കയറി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെയും ഗീതു വിജയിക്കുകയാണ് കേട്ടോ. പിന്നെ കളിക്കുന്നത് രാധികാമേനെയാണ് കേട്ടോ. രാധികാമ വരുണിനോട് പറയാണ്, രഞ്ജുവിനെ കുറിച്ച് ഇതുവരെ കണ്ണം പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടന് അങ്ങനെ സുഹൃത്തുക്കളുണ്ടോ? എങ്കിൽ പിന്നെ ഇവൾ ആരാ? ഇത് സൗഹൃദത്തിന് അപ്പുറത്തുള്ള ഒരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് വരുൺ. അല്ലെങ്കിൽ അവക്കടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ നിന്നു കൊടുക്കാൻ വഴിയില്ല. ഗീതുവിനെ പോലൊരു പെണ്ണിനെ വേണ്ടാന്ന് വെച്ച് രഞ്ജുവിനൊപ്പം സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അവൾ അവൻ്റെ ഫ്രണ്ടോ രഹസ്യക്കാമുകയോ ആണോ എന്നല്ല, അവളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. രഞ്ജു എവിടെ നിന്ന് വരുന്നു, അവളുടെ വീട് ഏത്, അവൾക്ക് ആരൊക്കെ ഉണ്ട്, ഇതാണ് അറിയേണ്ടത്. രഞ്ജു നമുക്ക് വെറും ഒരു പെണ്ണല്ല, കണ്ണനിലൂടെ ഈ കുടുംബം തറ പറ്റിക്കാൻ എത്തിയവളാണെന്ന് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ ഇറങ്ങി അന്വേഷിക്കണം. മറ്റാരെയും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. വരുൺ പറയാണ്, ശരി, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.